തിരക്കിലാണ്, ചെറിയ തിരക്കിലാണ്. പിന്നെ നമ്മുടെ ആൾക്കാരൊക്കെ വന്നില്ലേ? നമ്മുടെ ബസ്സിനർക്ക് ഭാഗമല്ല. വഴി ബ്ലോക്ക് ആക്കരുത്, വഴി ബ്ലോക്ക് ആക്കരുത്. എന്താ നിങ്ങൾ വരുന്ന ആൾക്കാരൊക്കെ ഇപ്പൊ മുമ്പിലില്ലേ? നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ പറയുന്ന കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിൽ പോയ ആൾക്കാരുണ്ട്, പോകാത്തോലുണ്ട്, എല്ലാവരും ഉണ്ട്. ഇതിൽ പരിചയം ഉള്ളവരുണ്ടാവും, പരിചയം ഇല്ലാത്തവരുണ്ടാവും. വയസ്സന്മാർ ആളുകളെ സഹായിക്കാൻ ആരുമില്ല. പരസ്പരം എന്ത് ചെയ്യാ, ഒരാൾക്ക് ഒരാൾ കൈ പിടിച്ചണം. മനസ്സിലായില്ലേ? നമ്മൾ ഒരുപാട് ഇത്രയൊക്കെ പൈസ ചെലവാക്കി പോകുമ്പോൾ അവിടെ പോയിട്ട് നാട്ടുവർത്താനൊന്നും പറയരുത്. പോയ ഓരോ മിനിറ്റുകൾ എന്ത് ചെയ്യണം, അത് മുതലാക്കണം. അള്ളാഹു നമ്മൾ പോകുന്ന സൽക്കരം അള്ളാഹു സ്വീകരിക്കട്ടെ. ഇനിയും പോകാനുള്ള ഭാഗ്യം അള്ളാഹു നൽകട്ടെ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, അച്ചടക്കം നല്ലോണം എല്ലാവരും പരസ്പരം എന്ത് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പിന്നെ വർത്തമാനം പറയാതെ അച്ചടക്കത്തോടു കൂടി എല്ലാവരും എന്ത് ചെയ്യാം കേട്ടോ. എപ്പോഴും ദ്വാക്ക് ജാബത്തുള്ള സ്ഥലത്തൊക്കെ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. പിന്നെ അവിടെയൊക്കെ ജിദ്ദയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ നമ്മോട് പറയണം. ഭക്ഷണമോ മൂത്രയ്ക്കോ മുട്ടിയാലോ എന്ത് വിഷയമുണ്ട്, നിങ്ങളൊരു പേടിയും പേടിച്ചു. ഞങ്ങൾ കുട്ടിയാണ്, മനസ്സിലായാലും നിങ്ങളൊരു പേടിയും പേടിച്ചു കേട്ടോ. നിങ്ങളൊന്നും എന്തുണ്ടെങ്കിലും ഇൻഷാ അല്ലാ ഒരു വിഷമം നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഇൻഷാ അല്ലാ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ കേട്ടോ. അപ്പോ പ്രത്യേക ഇൻഷാ അല്ലാ ശ്രദ്ധിക്കണം. പ്രത്യേക ഇൻഷാ അല്ലാ ഓരോരുത്തരും എന്ത് ചെയ്യുക, കിട്ടുന്ന സമയം മുതലാക്കുക. ഇൻഷാ അല്ലാ അവിടും ദ്വാരിക്കുമ്പോൾ പറയാ, പിന്നെ റബ്ബേ ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ കൊണ്ടുള്ള ഭാഗ്യം നൽകണേന്ന് വരുന്നത് വരെ നിങ്ങൾ ദ്വാരിക്കണം കേട്ടോ. എന്നാലും റബ്ബ് പിന്നെ വരാനുള്ള ഇതുണ്ടാവും. പിന്നെ ഒരാൾ കൂട്ടം തെറ്റരുത്. പല കാഴ്ച വസ്തുക്കളും ഉണ്ടാവും, അതൊക്കൊന്നും എന്ത് എത്തിപ്പാളി വെക്കരുത്. നമ്മൾ നിങ്ങൾക്ക് അല്ലേ, അപ്പൊ അതുകൊണ്ട് ഒന്നും എത്തിപ്പാളി നോക്കരുത്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. വരിക്ക് നിൽക്കുക. ഓള് മുന്നേ പോയി ഇവള് മുന്നേ പോയി ഒന്നും പറയണ്ട കേട്ടോ. അപ്പൊ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്കറിയാം ഹബീബേ കേട്ടോ, എല്ലാത്തിലും നമ്മൾ ചാടനുണ്ട്, എല്ലാത്തിലും നമ്മൾ ഏറ്റെടുക്കുന്നുണ്ട്. അപ്പൊ ഇൻഷാ അല്ലാ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ ഇൻഷാ അല്ലാ. അപ്പൊ ഉസ്താദിന് നമ്മളെ പിന്നെ ഞാൻ നിങ്ങൾക്ക് അറിയാലോ, പത്ര തിരക്കുകൊണ്ട് ഞാൻ ആകെ 6-5 ദിവസം ഉണ്ടാവുള്ളൂ. അല്ലേ തിരക്കുകൊണ്ടാണ് 7 ദിവസം പറഞ്ഞത്. എന്താ ചെയ്യാൻ ഞങ്ങൾക്ക് അറിയില്ല ഇതിന്റെ അവസ്ഥ. ഇൻഷാ അല്ലാ ഞാൻ കൂടുതൽ നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇൻഷാ അല്ലാ. ഉസ്താദുങ്ങൾ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുന്നറിയോ, കായ് കൊടുത്തിട്ട് ഞങ്ങൾക്ക് വന്നിക്കണം. അപ്പൊ നിങ്ങൾക്ക് കാണാനുള്ള സ്ഥലങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ പറയണം. എന്ത് ഉസ്താദേ മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ബദർ കാണണമെങ്കിൽ നിങ്ങൾ ഇവിടെ പറയണം. ഞങ്ങൾക്ക് ബദറൊക്കെ കാണുന്നുണ്ട് കേട്ടോ. പിന്നെ 4 ഉംറ നമ്മൾ പറഞ്ഞത് ഇൻഷാ അല്ലാ 4 നടക്കുമോ? ഒക്കെ ശ്രദ്ധിക്കണം അല്ലേ? കാരണം എന്താ പറയുക, കൂടുതൽ ടെൻഷൻ വരുമ്പോൾ നമ്മളെന്തായി പോവും, നിയന്ത്രണം വിട്ടുപോകും കേട്ടോ. ഇൻഷാ അല്ലാ ഫ്ലൈറ്റിലൊക്കെ കയറുമ്പോൾ പേടിച്ചൊന്നും ചെയ്യരുത് കേട്ടോ. ഒന്നും പേടിക്കണ്ട. എന്തുണ്ടെങ്കിലും ഒക്കെ അള്ളാഹ് തവക്കലാക്കി. ഒരൊറ്റ കാര്യം നമ്മൾ ചിന്തിക്കുക, റബ്ബ് നമ്മളെ മരണം എവിടെ വെച്ചിട്ട് അള്ളാഹിനെ കള്ളായിരുന്നു. അപ്പോൾ ഫ്ലൈറ്റിൽ പോകുമ്പോൾ ഒന്നും പേടിച്ചിട്ടുണ്ടാകും. അള്ളാഹിനെ എപ്പോഴുള്ള ദുനിയാവിലൊന്നും പേടിച്ചിട്ടുണ്ട് കേട്ടോ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട നൂറെ ഹബീബെ ഗ്രൂപ്പിന്റെ ആദ്യത്തെ 87 പേരടങ്ങുന്ന സംഘം ബഹുമാനപ്പെട്ട തങ്ങൾ അവരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ നമ്മൾ പുറപ്പെടുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വന്ന ആളുകളെ ലഗേജ് ആരെങ്കിലും കയ്യിൽ വിടണ്ടെങ്കിൽ പെട്ടെന്ന് കൊടുക്കണം. അത് ലഗേജ് ഉള്ളിലേക്ക് നേതൃത്വത്തിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് പാസ്പോർട്ട് വിതരണം ചെയ്തതിന് ശേഷം നമുക്ക് ഒന്ന് പിന്നെ നിങ്ങള് പറയാനുള്ളത്, ഇപ്പൊ നിങ്ങളെ കൂടെ വന്ന ആൾക്കാരില്ലേ, ഓൽക്കൊക്കെ ഈ നമ്പർ നിങ്ങൾ എടുക്കണം. 2ാമത്തെ നമ്പർ ഒന്ന് ഫോണിൽ അടിച്ചോളിട്ടോ. എന്നാൽ ഓല് വിളിച്ചാൽ നിങ്ങൾക്ക് കിട്ടുമല്ലോ. നിങ്ങളെ കുടുംബക്കാരൊക്കെ അല്ലേ, ഓൽക്കൊക്കെ ഈ നമ്പർ കൊടുക്കിട്ടോ. ഈ
1 മണിക്കാണ് ഫ്ലൈറ്റ്. ആ 1 മണിക്ക് അതിനുള്ളിൽ ഈ രണ്ടാമത്തെ നമ്പർ കേട്ടോ. ഇത് നിങ്ങളെ കുടുംബക്കാർക്കൊക്കെ ഇത് കൊടുത്തിട്ടോ, നിങ്ങളെ മക്കൾക്ക് കേട്ടോ. മുസ്തഫ മുഹമ്മദ് ഫാത്തിഹ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له الرحمن الرحيم. رب الفلق من شر ما خلق من شر حاسد إذا وقب من شر النفاثات من العقد من شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس. بسم الله الرحمن الرحيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره بمقدار عظيم. الحمد لله رب العالمين. نعم علينا بالإيمان وهدانا إلى دين الإسلام. يوافي نعمه ويكافي مزيدا. അർഹമ റഹീമായ റബ്ബേ, ഞങ്ങൾ ഓതിയതും ഞങ്ങൾ ചൊല്ലിയതും നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടും കൂടാതെ ഹൈറായ രീതിയിൽ പോയി തിരിച്ചു വരാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. ഹബീബിന്റെ ചാരത്ത് ചൊല്ലാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണം അല്ലാഹ്. എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും മാറ്റിക്കൊണ്ട് അല്ലാഹ്. ഞങ്ങളെ മക്കള്, ഞങ്ങളെ കുടുംബത്തിൽപ്പെട്ടവർ, ഞങ്ങളെ ഭർത്താക്കന്മാർ ഇല്ലാത്ത പൈസ ഉണ്ടാക്കിയിട്ടാണ് ഞങ്ങളെ പറഞ്ഞയക്കുന്നത്. അല്ലാഹുവേ, അവർക്ക് നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. അവർക്ക് നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങൾ ഉംറ ചെയ്തതിന്റെ ഫദിലും ആ കുടുംബത്തിനും നൽകണേ തമ്പുരാൻ. ഒരുപാട് പ്രയാസങ്ങളുള്ളവരാണ്. ഞങ്ങളെ വിഷമങ്ങളെല്ലാം പറയാനാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങളെ പ്രയാസങ്ങളും വിഷമങ്ങളും മാറ്റിക്കൊണ്ട് തമ്പുരാന് നൂറെ ഹബീബിന്റെ മുത്തുമണികൾക്കല്ലാ നീ ഖൈർ നൽകണേ അല്ലാഹ്. സന്തോഷം നൽകണേ അല്ലാഹ്. സമാധാനം നൽകണേ അല്ലാഹ്. ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. എല്ലാ ആഗ്രഹങ്ങളും നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാഹ്. ഉംറ നാളെ പരലോകത്ത് ഉപകാരം നൽകുന്ന ഉംറയാക്കണേ അല്ലാഹ്. അല്ലാഹുവിന്റെ റസൂല് ജീവിച്ചതുപോലെ ജീവിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണമല്ല. ഹബീബ് ഫാത്തായതുപോലെ വേദനയില്ലാതെ ഈ ലോകത്ത് നിന്ന് ഇവിടെ പറയാ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. വീണ്ടും അങ്ങോട്ട് ചെല്ലാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. ഹജ്ജ് ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ദോഷങ്ങൾ പൊറുക്കണേ അല്ലാഹ്. ആതിനാ ഫിദ് ദുനിയാ ഹസനത്തും വഫിൽ ആഖിറതി ഹസനത്തും വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഒരു വീൽ ചെയർ കിട്ടാൻ ഇല്ല